ഒരു ക്രിസ്ത്യാനി എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിൽ പോകും. ഞായറാഴ്ച നിർബന്ധമായിട്ടും അവൻ്റെ വീട്ടിലുള്ള എല്ലാ ആളുകളും അന്നേ ദിവസം പള്ളിയിൽ പോയി പ്രാർത്ഥനയിൽ പങ്കുകൊള്ളും. എല്ലാ ദിവസവും വൈകുന്നേരം നിർബന്ധമായിട്ടും അവർക്ക് ഒരു കുടുംബ പ്രാർത്ഥനയുണ്ട് വീട്ടിൽ. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിത രീതി. ദേവാലയം അല്ലെങ്കിൽ ആരാധന, പ്രാർത്ഥന, ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഞാനീ പറഞ്ഞത്. അതേസമയത്ത് ഒരു ഹിന്ദുവിൻ്റെ വീട്ടിലാണെങ്കിൽ ജനിച്ചാൽ മരിക്കുവാണ് അമ്പലത്തിൽ പോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ? അമ്പലത്തിലെ പൂജാരി പറയുന്നുണ്ടോ ആ വീട്ടിലെ അവരെ ഇന്ന് കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ വന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇന്ന വീട്ടിലെ ഇന്ന ആൾ, അവിടെ യാതൊരു പ്രശ്നമില്ല. അമ്പലത്തിലെ ശാന്തിക്കാരനെ അറിയത്തില്ല എത്ര വീടുണ്ട് അമ്പലത്തിനെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഏരിയയിൽ. അതാണ് ഹിന്ദുമതം. ജനിക്കുമ്പോൾ തൊട്ട് ഒരു കുട്ടിയോട് നമ്മൾ പേരൻസും പറഞ്ഞു കൊടുക്കുന്നില്ല ഓരോ ദൈവങ്ങളുടെയും അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐതിഹ്യങ്ങൾ. എന്തെല്ലാം നല്ല കാര്യങ്ങൾ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നറിയോ? രേഖപ്പെടുത്തിയും വെച്ചിട്ടുണ്ട്. ആർക്കറിയാം അതൊക്കെ? ആരതൊക്കെ അതിൻ്റെ പിന്നാലെ പോകുന്നത്? എന്നാൽ അടുപ്പിച്ചൊരു ഹിന്ദു എൻ്റെ വീട്ടിൽ നിന്ന് സ്ഥിരമായിട്ടൊരു അമ്പലത്തിലൊന്ന് പോയി നോക്കിയ ഒരാൾ മറ്റു ഹിന്ദു കുടുംബങ്ങൾ തന്നെ ഒത്തുചേരും. അവർ പറയും, എന്ത് പറ്റി, എന്തിനായിരിക്കും എന്ന്. അതാണ് ഹിന്ദുമതം. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെയുള്ള സമാധികൾ. ഈ നമ്മുടെ ഹിന്ദുമതത്തിനെ പറ്റിയിട്ട് അന്യമതസ്ഥർക്ക് തന്നെ ഭയങ്കര അന്ധവിശ്വാസങ്ങളാണ്. അമ്പലത്തിൽ പോണത് കൂടോത്രം ചെയ്യാനാണ്, അല്ലെങ്കിൽ അത് ചെയ്യാനാണ്, ഇത് ചെയ്യാനാണ്, അവൾക്കിട്ട് പണി കൊടുക്കാനാണ്, അവനിട്ട് പണി കൊടുക്കാനാണ് എന്നാണ് മറ്റു മതസ്ഥർ പറയുന്നത്. അപ്പോൾ നമ്മുടെ മതത്തിലുള്ളവരും ഇത് തന്നെയാണ് പറയുന്നത്. അടുപ്പിച്ച് 2 ദിവസം അമ്പലത്തിൽ പോയാൽ പറയും. അത് ദേവാലയത്തിൽ ആ അമ്പലത്തിൽ ചെന്ന് കഴിയുമ്പം ഒരു മനഃശാന്തി കിട്ടും നമുക്ക്. രാവിലെ ഫ്രഷായിട്ട് കുളിച്ച് നല്ല ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് അമ്പലത്തിലേക്ക് എത്തി ആ ഒരു ഏകാന്തത അല്ലേ, അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് നമുക്ക്. നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളും വിടും, വീട്ടിലെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളും ഒക്കെ വിടും. നമ്മൾ നമ്മളെ തന്നെ മറന്നിട്ട് ആ ശ്രീകോവിലിൻ്റെ നടക്കി പോയി തൊഴുകയ്യോടെ നിൽക്കും. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ വന്ന കാര്യം പോലും മറന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ണീരൊഴുക്കി നമ്മൾ പ്രാർത്ഥിക്കും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. ദൈവമേ ഒരു നല്ല ഭാവി, അല്ലെങ്കിൽ വീടില്ലാത്തവരാണെങ്കിൽ ഒരു വീട് കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ തമ്പുരാനെ എനിക്കൊരു ഭവനം അല്ലേ. പക്ഷേ അടുപ്പിച്ച് 2 ദിവസം പോയി കഴിഞ്ഞാൽ പ്രശ്നം. അവള് നോക്കിക്കോ ആർക്കട്ടെങ്കിലും എന്ന് പറയും. അങ്ങനെ ഹിന്ദുമതത്തിനെ കുറിച്ച് പൊതുവേ ഒരു കാഴ്ചപ്പാട് നിലനിൽക്കുന്ന സമയത്താണ് ഈ വക സമാധികളൊക്കെ പൊട്ടിമുളയ്ക്കണത്. ആളതിൻ്റെ അകത്തുണ്ടോ ഇല്ലയോ, തല്ലിക്കൊന്നു വെച്ചിരിക്കുകയാണോ, ചുരുട്ടിക്കൂട്ടി വെച്ചിരിക്കുകയാണോ, അത് ശരിയായ ഒരു നിലപാടാണെങ്കിൽ അവർക്ക് വളരെ കറക്റ്റായിട്ട് അതേക്കുറിച്ച് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം. പലപ്പോഴും പറയുന്നതൊക്കെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. വായി തോന്നിയത് കോതയ്ക്ക് പാട്ട്. അല്ലാതെ ആ സംസാരത്തിന് എന്തെങ്കിലും ഒരു നേർവഴി ഉണ്ടോ? എനിക്ക് തോന്നിയില്ല. ഹിന്ദുമതത്തിൻ്റെ എന്താ പറയുക, ഇങ്ങനെയുള്ളവരുണ്ടല്ലോ നാശത്തിന്. എന്താണ് ഹിന്ദുമതം? അതിൻ്റെ അന്തസത്ത നശിപ്പിച്ച് കളയാൻ ഇതേപോലത്തെ കുറേ കുരിപ്പുകൾ മതി. എന്താകുമെന്ന് നമുക്ക് വഴിയെ കാണാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.